കോഴിക്കോടുള്ള പുതിയാപ്പ ഫെസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഞങ്ങളും കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഒരു ദിവസം രണ്ടാമത്തെ ദിവസം പോയി, പിന്നെയും പോയി, 2 പ്രാവശ്യം പോയ വീഡിയോ ആണ് ഇതിലുള്ളത്. ലൈറ്റിങ്ങിൻ്റെ ഒക്കെ അവിടെ ഗ്രൗണ്ടിൽ ചില ദിവസം കലാപരിപാടികളൊക്കെ നടക്കും, പക്ഷെ അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഈ ലൈറ്റിങ് കാണാൻ വേണ്ടി, പിന്നെ അമ്പലം ഒന്ന് തൊഴാൻ വേണ്ടി മാത്രമാണ് പോയത്. ആദ്യത്തെ ദിവസം എലത്തൂരിന്ന് ബീച്ചിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇത് എലത്തൂരിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള വ്യൂ ആണേ. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അത് കൂടുതലും തിരക്ക് വരുന്നത് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത്ര തിരക്കുണ്ടാവില്ല. അതാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത് ആദ്യം തന്നെ. ആദ്യത്തെ ദിവസം 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലെത്താൻ വേണ്ടിയിട്ട്. അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു, ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കയറി തൊഴുതു. പക്ഷെ പായസം കിട്ടി കേട്ടോ. തീരുന്നവരെ കൊടുക്കാനായിരിക്കും. ക്രിസ്മസും ന്യൂ ഇയറും ആയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ഫുള്ള് കളറാണേ. എന്ത് ഭംഗിയാണെന്നറിയോ? വെറുതെ കോഴിക്കോടേക്ക് നടക്കാൻ തന്നെ രസമാണ്. ഇതാണ് കേട്ടോ ഗ്രൗണ്ട്. തലേ ദിവസം അവിടെ വെടിക്കെട്ടും വലിയ വലിയ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ പരിപാടികളൊക്കെ നടക്കുക. ഇന്നിപ്പോൾ തിരക്കില്ലാത്തത് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ ഗോപുരത്തിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും. ആശംസകളൊക്കെ ആയിട്ട് എഴുത്തും ഉണ്ടാവേ. അത് കളറ് മാറി ഡിസൈനൊക്കെ മാറും കേട്ടോ. അതിങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല രസമാണേ. അമ്പലത്തിൻ്റെ അവിടം വരെ ഒരു തരത്തിലുള്ള ലൈറ്റിങ്, അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലൈറ്റിങ്, അങ്ങനെയാണ് വരുന്നത്. ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കുറച്ച് ഭാഗം ലൈറ്റിംഗ് ഒന്നും ഇല്ലാതെ ഒഴിച്ചിട്ടിട്ടാട്ടോ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു വശത്ത് മാത്രമേ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഉള്ളൂ. ബാക്കി അപ്പോൾ ബീച്ച് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും കേട്ടോ കുറച്ചും കൂടി ലൈറ്റ് അധികം ഉള്ളത്. ബീച്ചിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലൈറ്റിങ്ങും ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ മാനാഞ്ചിറ ലൈറ്റിങ് കാണാനും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതെൻ്റെ ചാനലിലുണ്ട്. മാനാഞ്ചിറ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണേ. നല്ല തിരക്കാണ് കേട്ടോ. കാറിന് വന്നവരുടെ കാര്യമൊക്കെ കഷ്ടമാണ്. ബ്ലോക്കൊന്നുമില്ല, പക്ഷേ സ്ലോ മൂവിങ് ആയിട്ട് കാറുകൾക്കൊന്നും പോകാനേ പറ്റുന്നില്ല. പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവർ കുറച്ച് ഗ്യാപ്പ് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ കൂടി തിരികെ കയറുകയും ചെയ്യുവേ. കഴിഞ്ഞ വർഷം ഇതുപോലെ മാനാഞ്ചിറയും ഈ ലൈറ്റിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്ന് അനിയനും അനിയത്തിയൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും കൂടി കാറിൽ 1-2 മണിക്കൂർ ഈ ബ്ലോക്കിൽ കിടന്നു കേട്ടോ. എന്നിട്ട് പക്ഷേ തിരിച്ചു വരാൻ തീരെ തിരക്കുണ്ടാവില്ല. അപ്പുറത്തെ സൈഡ് ബീച്ചിൽ നിന്ന് അങ്ങോട്ട് പോകാനായിരിക്കും തിരക്കുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിൽ വണ്ടികളും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വേഗം പോകാനും പറ്റുമേ. ഇവിടെ വോളണ്ടിയർമാരായിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും കേട്ടോ. പോലീസുകാരെ ഒന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ. ഞങ്ങൾ സാധാരണ അവിടെ പോലീസ് അധികം ഉണ്ടാവാറില്ല. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നതല്ല കേട്ടോ. ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് മുതൽ ലൈറ്റിങ് തുടങ്ങും കേട്ടോ. ഇത് ഒരാഴ്ചത്തെ ഉത്സവമാണേ. അപ്പോൾ ഈ വർഷം വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം ദൂരെ നിന്നുള്ളവർക്കൊക്കെ ഒരു ദിവസം വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോയാൽ നല്ല രസമായിരിക്കുമേ. മാനാഞ്ചിറയിൽ ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു ദിവസം കൂടി 2 ദിവസം കൂടിയൊക്കെ ഉണ്ടാവും കേട്ടോ ലൈറ്റിങ്. ഇത് ഉത്സവം കഴിയുമ്പോൾ തന്നെ ഈ പരിപാടിയൊക്കെ കഴിയുവേ. നിങ്ങളൊക്കെ ഒരു വർഷമെങ്കിലും ഇത് കാണണേ. ഓരോ വർഷവും ഓരോ രീതിയിലായിരിക്കും പ്രോഗ്രാം. മാനാഞ്ചിറ അതെ ഓരോ രീതിയിലായിരിക്കും ലൈറ്റിങ്. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷമെങ്കിലും ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യണം കേട്ടോ. ചെറിയ ചെറിയ ബ്ലോക്ക് കിട്ടിയെങ്കിലും സ്കൂട്ടറിലായതുകൊണ്ട് എനിക്ക് വേഗം പോകാൻ പറ്റിയേ.
മാനാഞ്ചിറേൻ്റെ ലൈറ്റിംഗ് ഇട്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന കോഴിക്കോടാണെങ്കിലും എൻ്റെ നാട് വയനാടാണേ. അപ്പോൾ അവിടെയുള്ള അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ആകാശവിസ്മയം എന്ന് പറഞ്ഞിട്ട് പടക്കം പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ ചാനലിൽ കയറിയാൽ അതൊക്കെ കാണേ.